ഹായ് മക്കളെ, എല്ലാവർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ടേമിനൽ എക്സാമിനേഷൻ ഓണപരീക്ഷ എത്തിയില്ലേ? അപ്പൊ നമുക്ക് സോഷ്യൽ സയൻസിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് എന്തെല്ലാമാണ് പരീക്ഷയ്ക്ക് വരിക എന്ന് നോക്കാം. റെയർലി ഹ്യൂമൻ ആൻഡ് സിവിലൈസേഷൻ എന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ അതിൽ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹൗ ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ റിട്ടൺ? മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ചും ആവിർഭാവത്തെക്കുറിച്ചുള്ള ചരിത്രം എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്നാണ് ഒന്നാമതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് ഉത്തരം എന്താണ്? ബൈ സയന്റിഫിക്കലി കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് സച്ച് ഹ്യൂമൻ ഫോസിൽ ദാറ്റ് ദ ഹിസ്റ്ററി ഓഫ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഹ്യൂമൻ ഈസ് റിട്ടൺ. മനുഷ്യന്റെ എവല്യൂഷനെ കുറിച്ച്, പരിണാമത്തെക്കുറിച്ച്, ആവിർഭാവത്തെക്കുറിച്ചുള്ള ചരിത്രം എഴുതുന്നത് എങ്ങനെയാണ്? മനുഷ്യന്റെ ഫോസിലുകൾ, പ്രാചീന മനുഷ്യരുടെ ഫോസിലുകൾ ശാസ്ത്രീയമായി അതിന്റെ കാലപ്പഴക്കം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത്തരം ചരിത്രങ്ങൾ തയ്യാറാക്കുന്നത് എന്നാണ്. ഇനി രണ്ടാമതായി നമ്മൾ പഠിക്കുന്നത്, ഹു പ്രപ്പോസ് ദ സയന്റിഫിക് വ്യൂ ഓഫ് ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ? മനുഷ്യന്റെ ആവിർഭാവത്തെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആരാണ് എന്നാണ്. നമുക്കറിയാം അതാരാണ്? ചാൾസ് ഡാർവിൻ ആണ് ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചുള്ള സയന്റിഫിക് വ്യൂ ആദ്യമായി പ്രസന്റ് ചെയ്തത്. സെക്കൻഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് വാട്ട് ഈസ് എവല്യൂഷൻ എന്നാണ്. എന്താണ് എവല്യൂഷൻ? പരിണാമം എന്ന് പറഞ്ഞാൽ എന്ത്? Charles Darwin suggested that humans have originated through organic changes that took place over a long period of time. He called this process is evolution. ചാൾസ് ഡാർവിൻ ആണ് ഈ എവല്യൂഷനെ കുറിച്ച് ആദ്യമായി മുന്നോട്ട് വെച്ചത്, അല്ലെ? മനുഷ്യൻ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നാണ്? ഓർഗാനിക് ചേഞ്ച് ഉണ്ട്. ഒരുപാട് കാലഘട്ടങ്ങൾ, ഒരുപാട് ദൈർഘ്യമേറിയ കാലങ്ങളിലൂടെ ഓർഗാനിക് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടാണ്, ജൈവികമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടാണ് മനുഷ്യൻ ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ഈ ഓർഗാനിക് ആയിട്ടുള്ള ചേഞ്ചിനെയാണ് അദ്ദേഹം എവല്യൂഷൻ എന്ന് വിളിച്ചത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റോൺ ഏജിൽ ആ 3 പീരിയഡ്സ് ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റോൺ ഏജിൽ 3 പീരിയഡ്സ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേരിയസ് സ്റ്റോൺ ഏജ് പീരിയഡ്? അപ്പൊ അതിൽ ഫസ്റ്റ് വൺ പാലിയോലിത്തിക് ഏജ് ആണ്. പാലിയോലിത്തിക് ഏജിന്റെ പ്രത്യേകത, ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്, സ്റ്റോൺ ഏജിലെ ആദ്യത്തെ ഫേസ് ആണ്. ഇറ്റ് യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് എ ടൂൾസ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ എന്ത് ചെയ്തു? റഫ് സ്റ്റോൺസ് ആണ് ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചത്. അതുപോലെ ഗാദറിംഗ് ആൻഡ് ഹണ്ടിങ് ആസ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. മനുഷ്യന്റെ ജീവിത ഉപാധിയായിട്ട് മനുഷ്യൻ എന്ത് ചെയ്തിരുന്നു? ഗാദറിങ്ങും ഹണ്ടിങ്ങും, വേട്ടയാടലും ആടിനെ മേക്കലും ഒക്കെ ആയിരുന്നു നടത്തിയിരുന്നത്, അല്ലെ? നെക്സ്റ്റ് സെക്കൻഡ് ഏജ് എന്ന് പറയുന്നത് മെസോലിത്തിക് ഏജ് ആണ്. മെസോലിത്തിക് ഏജിന്റെ പ്രത്യേകത എന്താണ്? യൂസ് എ സ്മാൾ ഫൈൻ സ്റ്റോൺ ടൂൾസ്. വളരെ മിനുസമുള്ള മൂർച്ചയേറിയ ചില ആയുധങ്ങൾ ഉപയോഗിച്ചു. യൂസ് എഡിബിൾ ഗ്രാസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. ഫുഡായിട്ട് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഗ്രാസും ഫിഷും ഉപയോഗിച്ചു. അതുപോലെ അനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ്, ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. വസ്ത്രത്തിനായിട്ട് അനിമൽ സ്കിന്നും ബാർക്ക് ഓഫ് ട്രീസും ലീവ്സും അവർ ഉപയോഗിച്ചിരുന്നു. സ്റ്റോൺ ഏജിലെ തേർഡ് ഏജ് ആണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. നിയോലിത്തിക് ഏജിന്റെ പ്രത്യേകത എന്താണ്? യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺസ് ടൂൾസ്. വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള, റിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തു. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്, അഗ്രികൾച്ചർ ആരംഭിച്ചു. ഇൻവെന്റഡ് വീൽ, അങ്ങനെ ചക്രത്തിന്റെ കണ്ടെത്തല് ഈ കാലഘട്ടത്തിലാണ്. സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി, മൺപാത്രങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങിയത് ഈ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ഹ്യൂമൻസ് ടു സെറ്റിൽഡ് ദ പെർമനന്റ്ലി? മനുഷ്യര് പെർമനന്റ് ആയിട്ട് സ്ഥിരതാമസമാവാനുള്ള സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? അതാണ് നമുക്ക് നോക്കാനുള്ളത്. ആസ് ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഫാമിംഗ് ഇറ്റ് ബിക്കം നെസസറി ഫോർ ദം ടു സെറ്റിൽ നിയർ ദ ഫാം ലാൻഡ്. മനുഷ്യര് ഫാമിംഗ് ആരംഭിച്ചോടുകൂടി, കൃഷി ആരംഭിച്ചോടുകൂടി അവരെന്ത് ചെയ്യേണ്ടി വന്നു? ഒരു സ്ഥലത്ത് ഫാം ലാൻഡിന്റെ അടുത്ത് അവർ സെറ്റിൽ ആവേണ്ടി വന്നു. ദ സെറ്റിൽഡ് നിയർ ദ ഫാംസ് ടു മെയിൻറ്റെയിൻ ദ ക്രോപ്സ്. കാരണം എന്താണ്? ആ ഫാമിന്റെ അടുത്ത് സെറ്റിൽ ആയെങ്കിൽ മാത്രമേ അവർക്ക് ക്രോപ്സ്, വിളവുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. പ്രൊട്ടക്ട് ദ വൈൽഡ് ആനിമൽസ്, അല്ലെ? ഫാമിനെ എന്ത് ചെയ്യണം? വൈൽഡ് ആനിമൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. കെയർ ടു ദെയർ ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ്, അതുപോലെ വളർത്തു മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കണം. അതുകൊണ്ടാണ് മനുഷ്യർ എന്ത് ചെയ്തത്? ഒരു സ്ഥലത്ത് സെറ്റിൽ ആയത്. അപ്പൊ ഈ ഒരു സാഹചര്യങ്ങളാണ് മനുഷ്യര് സെറ്റിൽ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഓൾ ചേഞ്ചസ് ബൈ സെറ്റിൽഡ് ലൈഫ് ഹാവ്
brought about in humans. സെറ്റിൽഡ് ലൈഫ് മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്? 3 പോയിന്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, ഡ്വെല്ലിംഗ് ബിഗാൻ ടു ബിൽഡ്. അവര് ഡ്വെല്ലിംഗ് പ്ലേസ് ഉണ്ടാക്കി, താമസ സ്ഥലം അതായത് വീടുകളൊക്കെ നിർമ്മിച്ചു തുടങ്ങി. Second, people began to interact more with each other and marked the beginning of organized social life. മനുഷ്യർ പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി, പരസ്പരം ആശയവിനിമയം തുടങ്ങുകയും ഇത് ഒരു സാമൂഹിക ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്തു. Third point, settlements gradually developed into village and urban centers. അപ്പൊ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? ഈ സെറ്റിൽമെന്റുകൾ വളർന്ന് ഗ്രാമങ്ങളായും പിന്നീട് അത് നഗര കേന്ദ്രങ്ങളായും മാറി. അപ്പൊ ഈ 3 പോയിന്റ്സ് ആണ് മനുഷ്യര് സെറ്റിൽമെന്റ് ലൈഫ് നയിച്ചോടുകൂടി അവരുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിർബന്ധമായും നിങ്ങൾ ഫസ്റ്റ് ലെസണിൽ പഠിച്ചു വെക്കണം. ബാക്കി കുറച്ചുകൂടി പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.